വെഞ്ഞാറമൂട്ടിലെ 5 പേരെ കൊന്ന കേസിലെ പ്രതി അഫാനെ ഇന്ന് പോലീസ് അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. വല്യമ്മയെ കൊന്ന കല്ലറ പാങ്ങോടിൽ വെച്ച് കൊന്ന ആ കൊലക്കേസിലാണ് അറസ്റ്റ് കാണിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ വാർഡ് നമ്പർ 32 അഫാനെ പോലീസ് ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യത്തിന് 2 പോലീസുകാരുടെ പ്രൊട്ടക്ഷനിലോട് ഇട്ടിരിക്കുന്നത്. അഫാനെ കാല് 2 കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കയ്യെ വിലങ്ങിട്ട് ഇരുമ്പ് കട്ടിലിൽ ഒരറ്റത്ത് കെട്ടിയിരുന്നു, പൂട്ടിയിരുന്നു. ഏതായാലും എലിവിഷം കഴിച്ചതിന് ഒരു 48 മണിക്കൂർ അല്ലെങ്കിൽ 72 മണിക്കൂറിൻ്റെ ഒബ്സർവേഷൻ വേണം. അത് കഴിഞ്ഞു. നോർമലാണ് എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസ് കല്ലറ പാങ്ങോട്ടുള്ള അവരുടെ വല്യമ്മ കൊന്ന സൽമാ ബീവിയെ കൊന്ന കേസിലേക്ക് അറസ്റ്റ് ചെയ്തു. അവരെ ബ്രൂട്ടലായിട്ടുള്ള മർഡറാണ് അവിടെ നടത്തിയത്. രക്തം തളം കെട്ടിക്കുന്ന കാണാം. അവരുടെ അടുത്ത് 2 വലിയ വെട്ടുകത്തികൾ കിടക്കുന്നുണ്ട്. അത് ഇയാൾ കൊണ്ടുവന്നതാണോ അത് അവിടെ ഉള്ളതാണോ എന്നറിയില്ല. എന്തായാലും അവരുടെ മുഖം വികൃതമായിട്ടുണ്ട്. തലേന്ന് ബ്ലഡ് ഒലിച്ച് അവിടെ ഒരു തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. അവരുടെ മാല എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആ മാല 72,000 രൂപയ്ക്ക് പണയം വെച്ചിട്ടുണ്ട്. അതിൽ 40,000 ആരോ കൊടുക്കാനുള്ളവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയല്ല, അയാൾ പിന്നെ കൊന്നിരിക്കുന്നത് അയാളുടെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ CRPക്കാരനായ മൂത്താപ്പായാണ് കൊന്നിരിക്കുന്നത്. അത് സെറ്റിയിൽ ഇരിക്കുന്ന രീതിയിൽ ഒരു ലുങ്കി ഉടുത്ത് മാത്രം ചെരിഞ്ഞു കിടന്നാണ് മരിച്ചിരിക്കുന്നത്. അയാളുടെ തലയ്ക്ക് നല്ല മുറിവുണ്ട്. പിന്നിൽ നിന്നുള്ള ആക്രമണമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ തലയ്ക്ക് തന്നെയാണ് ചുറ്റിക വീണിരിക്കുന്നത്. അവർ വാതിൽപ്പടിയിൽ മലന്ന് കിടപ്പുണ്ട്. തലയുടെ ഭാഗത്തുനിന്ന് രക്തം ഒലിച്ച് തളം കെട്ടിക്കിടക്കുകയാണ്. മറ്റൊരു കൊലപാതകം അയാളുടെ ഇവൻ്റെ തന്നെ മുറിയിലെ പെൺസുഹൃത്തിനെ വർസാനെ കൊന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ്. കസേരയെ ചാരി കിടക്കുകയാണ് ആ കുട്ടി. ആ കസേരയുടെ ചുറ്റും ബ്ലഡ് ഇങ്ങനെ തളം കെട്ടിക്കിടക്കുകയാണ്. മുഖം അടിച്ച് വികൃതമായിരിക്കുന്നു. ഇതെന്തൊരു മാനസികാവസ്ഥയാണ്. ഒരാളെ കൊല്ലാനാണെങ്കിൽ കൊന്നുപോയാൽ പോരെ. പക്ഷേ ആ കുട്ടിയുടെ മുഖം നിറയെ ബ്ലഡാണ്. ശരീരത്തിൽ മറ്റേ ഏരിയയിലല്ല, കഴുത്തിന് മുകളിൽ മാത്രം. അത് വികൃതമാക്കി ഒരു കണ്ണ് തള്ളി നിൽക്കുന്നുണ്ട്. നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. തലയുടെ പിന്നിൽ മുറിവുണ്ട്. ഇത് ഏത് രീതിയിലുള്ള കൊലപാതകമാണ്? എന്താണ് ഇയാൾ കാണിക്കുന്നത്? ആ ഇളയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ താഴത്തെ നിലയിൽ കൊന്നിട്ടിരിക്കുന്നു. അവൻ്റെ അമ്മ അവരെ ബെഡ്റൂമിൽ തറയിൽ കിടക്കുകയാണ്. അവരെ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. പോലീസ് എന്തായാലും അവിടെ കയറി അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലാക്കി. അവരെ ആ ഷോക്കിൽ നിന്ന് പതുക്കെ റിക്കവർ ചെയ്യുന്ന പോലെ തോന്നുന്നു. അവർക്ക് ബോധം കിട്ടുമ്പം അവർ ചോദിക്കുന്ന ഇളയ മകൻ്റെ കാര്യത്തെ പറ്റിയാണ്. മൂത്ത മകനെ പറ്റി ചോദിക്കുന്നില്ല. അവനാണ് അമ്മയെ അടിച്ചത് എന്ന് അവർക്കറിയാം. എങ്കിലും താൻ കട്ടിലിൽ നിന്ന് താഴെ വീണ് ബ്ലീഡ് ചെയ്തതാണെന്ന് അമ്മ ആ മൂത്ത മകനെ ഇപ്പോഴും അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സ്നേഹം ഇളയ മകനോട് അവനെന്തെങ്കിലും ആപത്തുണ്ടായി കാണുമോ? അമ്മയെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചവന്, കൊല്ലാൻ ശ്രമിച്ചതിന്, അമ്മയുടെ തലക്കിട്ടടിച്ചത്, അമ്മയുടെ കഴുത്തിൽ അവർ തുണിയിട്ട് മുറുക്കിയത്, അതെല്ലാം മറന്നിട്ട് കട്ടിലിൽ നിന്ന് വീണപ്പം പറ്റിയതാണ് എന്ന് അമ്മ മകന് വേണ്ടി ഡിഫൻസ് ഒരുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മനുഷ്യത്വം മരവിച്ച് നിൽക്കുന്ന രംഗങ്ങളാണ് എല്ലാ സ്ഥലത്തും. ഇത്ര ഭീകരമായ ക്രൂരമായ കൊലപാതകവും എന്തിനു ചെയ്യുന്നു? അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല.
പോലീസിനും മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് സംശയമാണ്. ആദ്യത്തെ കേസിനകത്ത് ഇപ്പോൾ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. അയാളെ ഇനി പോലീസ് കസ്റ്റഡിയിലാണ്. 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. അതുകൊണ്ട് 24 മണിക്കൂറിനകം ഇയാളെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മജിസ്ട്രേറ്റ് ആ മെഡിക്കൽ കോളേജിലെത്തി ഇയാളുടെ റിമാൻഡ് അക്സെപ്റ്റ് ചെയ്തിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറണം. ഇനി 2 കേസിലേക്ക് പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യാനുണ്ട്. അത് റിമാൻഡ് ചെയ്തതിന് ശേഷം അത് നടപ്പാക്കുമെന്ന് കരുതുന്നു. പോലീസിൻ്റെ അന്വേഷണം കൊലപാതകം മാത്രമല്ല വേണ്ടത് ഈ കേസിനകത്ത്. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ 21 വയസ്സുള്ളൊരു പയ്യൻ ഇത്ര ക്രൂരമായ ഭീകരമായ ഒരു കൊലപാതകം ചെയ്യുന്നത്? ആവശ്യമെന്ത്? എന്ത് പർപ്പസ്? അവൻ്റെ റീസണിങ് എന്താണ്? കടമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. കടമുണ്ടെങ്കിൽ ഇങ്ങനെ ഭീകരമായ കൊലപാതകത്തിൻ്റെ പ്രതിവിധിയാണോ? അതൊന്നും അംഗീകരിക്കാൻ ഒക്കില്ല. ഇയാളൊരു ഇൻട്രോവർട്ടാണ് എന്ന് പറയേണ്ടി വരും. കാരണം നല്ല ആരോഗ്യമുള്ള പയ്യനാണ്, സുമുഖനാണ്, പക്ഷേ മാനസിക വളർച്ച ഒട്ടുമില്ല. ഇയാൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇയാൾ എങ്ങനെയോ പാസ്സായി വന്ന ഒരുത്തനാണ്. ഇവന് ബുദ്ധിയില്ല, വിവരമില്ല, നോളജില്ല, വായനാശീലമില്ല. പുറം ലോകം എന്താണ് നടക്കുന്നത് ഇവൻ അറിയില്ല. പക്ഷേ രാത്രി സഞ്ചാരകനാണ് ഇവൻ. പകലൊന്നും വെളിയിലിറങ്ങില്ല. അത്യാവശ്യത്തിന് വീട്ടിലെ ചില സാധനം വാങ്ങാൻ വെളിയിൽ പോകുന്നല്ലാതെ ഇവൻ പകൽ വെളിയിലിറങ്ങത്തില്ല. രാത്രി 8 മണിക്ക് ശേഷം മാത്രമേ ഇറങ്ങൂ. ഹെൽമറ്റ് വെച്ചുകൊണ്ട് ബൈക്കിൽ പോവും. 13,000 രൂപയുടെ പെറ്റി കേസ് ഇവൻ അടിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ്. മണ്ണന്തലവരുടെ അടുത്ത് വന്ന് CCTV ദൃശ്യത്തിൽ കണ്ടിട്ടുണ്ട് ഇവനെ. അവൻ ആരെ കാണാനാണ് പോകുന്നത്? വർഷങ്ങളായിട്ട് രാത്രിയിൽ 8 മണിക്ക് ശേഷം 7 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒരു സമയത്ത് ഒരു CCTV ദൃശ്യത്തിൻ്റെ പിന്നിൽ ഒരാൾ ഇരിപ്പുണ്ട്. അയാൾ ഹെൽമറ്റ് വെച്ചിട്ടില്ല. ഇയാളുടെ ഈ മൊബൈൽ ഫോണിൽ കൂടെയുള്ള സഞ്ചാരം ഏതൊക്കെ മേഖലയിലാണെന്ന് നോക്കണം. കാരണം അതിനകത്ത് ക്രൈം ത്രില്ലേഴ്സുണ്ട്, സിനിമയുണ്ട്, അതുപോലെ ഡാർക്ക് വെബുണ്ട്. അങ്ങനെ പല പല ഏരിയകളുണ്ട്. ഇയാൾ ഇന്ന് 5-8 വർഷമായിട്ട് ഏത് ഏരിയയിൽ കൂടിയാണ് സഞ്ചരിച്ച്? ഇയാളുടെ മാനസിക വിഭ്രാന്തി ഉണ്ടാകാൻ കാരണം എങ്ങനെയാണ്? അതിലേക്കാണ് പോലീസ് പോകേണ്ടത്. കാരണം ധാരാളം കേസുകൾ ഇതുപോലെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു പ്രതിവിധി വേണം. നമ്മുടെ കുട്ടികൾ മാതാപിതാക്കളെ കൊല്ലുന്നതും സഹോദരങ്ങളെ കൊല്ലുന്നതും കാഴ്ചകളാണ് കാണുന്നത്. എവിടെയാണ് മലയാളിക്ക് തകരാറ് സംഭവിച്ചിരിക്കുന്നത്? അത് കണ്ടെത്തണം. ഇവിടുത്തെ സാമൂഹിക പരിഷ്കർത്താക്കളും സാമൂഹിക വിമർശകന്മാരും ഇതൊന്നും അന്വേഷിക്കുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും വോട്ട് കിട്ടി ഭരണത്തിൽ കയറി കൈയിട്ട് വാരണമെന്നല്ലാതെ മറ്റു വിവരങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല. സമൂഹം അവരുടെ രാഷ്ട്രീയക്കാരെയും സാമൂഹ്യ പ്രവർത്തകരെയും കൈവിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ ഒരു തലമുറ മുഴുവൻ നശിച്ചിരിക്കുന്നു. 10, 25, 30 വയസ്സിനുള്ള തലമുറ മുഴുവൻ പോയി കിട്ടിയിരിക്കുന്നു. വികലമായ ചിന്തും വികലമായ മനസ്സും ക്രൂരമായ മനസ്സും പകയും അതിൻ്റെ കൂടെ മേമ്പൊടിക്ക് ലഹരിയും കൂടെ ചേർന്ന് മദ്യപാനവും ചേർന്ന് പ്രത്യേക ഒരു മനുഷ്യക്കൂട്ടായ്മയാണ് കേരളത്തിലുള്ളത്. ചെറുപ്പക്കാർ മുഴുവൻ പിടിവിട്ടു പോയിരിക്കുന്നു. ചെറുപ്പക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികളെ ചേർത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്താണ് നമുക്കിതിനൊരു പ്രതിവിധി? കാരണം അതാണ് പോലീസ് അന്വേഷണം അങ്ങോട്ട് നീളണം. ഇതിൻ്റെ കാരണം കണ്ടെത്തണം. ഒരു കൊലപാതകം 5 പേരെ കൊന്നിട്ട് അത് കൊലപാതകമായിട്ട് കൊണ്ടുവന്നാണ് അവന് കടം കയറി അത് എല്ലാവരെയും കൊന്നതാണ് എന്നുള്ള രീതിയിലുള്ള ലാഘബുദ്ധിയുള്ള ഡിഫൻസിന് കഴിയില്ല. ഇതിൻ്റെ കാരണം കൃത്യമായിട്ട് പോലീസിന് അന്വേഷിച്ച് കണ്ടെത്തിയേ പറ്റുള്ളൂ. ധൃതിയില്ല. കാരണം ഇപ്പോൾ അറസ്റ്റ് ഒരു കേസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, 2 കേസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവൻ ആരെയാണ് ട്രിവാൻഡ്രം ഭാഗത്തോ അല്ലെങ്കിൽ അവിടെ വെഞ്ഞാറമ്മൂട് വിട്ടിട്ട് ഇവൻ പോകുന്നത് എവിടെയാണ്? എത്രയൊക്കെ പേരെ കണ്ടിട്ടുണ്ട്? ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്? അവരുടെ മൊബൈൽ നമ്പർ എത്ര? ഇവൻ്റെ കയ്യിരിക്കുന്ന ഈ മൊബൈലെല്ലാം മറ്റു മൊബൈലുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ധാരാളം നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഗൂഗിളിൽ ഇവൻ സെർച്ച് ചെയ്ത ഏതെല്ലാം ഏരിയകളാണ്, അതേപ്പറ്റി പോലീസ് പഠിക്കണം. അതിൻ്റെ പ്രതിഫലനമാണോ ഇവൻ ഈ കൊലപാതകത്തിലേക്ക് വന്നത്? ഇവന് ഒരു ഭീരുവാണ്. ഇവനെ ആരോടും അധികം സംസാരിക്കാറില്ല. ഇവനെ ആരാണ് ഇവനെ വഴിതെറ്റിച്ചത്? ആ ഭാഗം വഴിതെറ്റാൽ സ്വയം തെറ്റിയതാണോ? കാരണം ഇവന് മറ്റു രീതിയിലുള്ള പൊതുജ്ഞാനങ്ങളൊന്നുമില്ല. അറിവ് കുറഞ്ഞവനാണ്. ഇവൻ ഇടുങ്ങിയ മനസ്ഥിതിയുള്ളവനാണ്.
ആരോടും കടപ്പാടില്ലാത്ത, സ്വന്തം അപ്പനും അമ്മയോടും കടപ്പാടില്ല, ഇവൻ സ്നേഹിച്ചെന്ന് പറയുന്ന പെണ്ണിനോടും കടപ്പാടില്ല. ആ കുട്ടിയെ എത്ര ക്രൂരമായിട്ടാണ് കൊന്നിരിക്കുന്നത്. അത് ആ കുട്ടിയെ മാത്രമല്ലല്ലോ, ഇവൻ്റെ സഹോദരൻ, ഇവൻ്റെ ബ്ലഡിലുള്ള ഇളയ കുട്ടിയുടെ മരണം, ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അത് തന്നെയല്ല ഇവൻ്റെ അവൻ്റെ മുത്താപ്പയുടെ ഭാര്യയും കൊന്നത് എങ്ങനെയാണ്. അവരെ അടുക്കളയെ മരിച്ചു കിടക്കുന്ന കാഴ്ച നമ്മുടെ കണ്ണീറനണിക്കും. അതുപോലെ ആ പെൺകുട്ടിയുടെ മരണം, ഇവൻ്റെ അമ്മയുടെ ആ കിടപ്പ്, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? ഇത് എത്ര ക്രൂരമായ പ്രവൃത്തിയാണ് ഈ 23-കാരൻ ചെയ്തത്. ഇയാളുടെ ആ മാനസിക രൂപീകരണം ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്ത്? അതാണ് പോലീസ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് 5 പേരെ കൊന്നതും അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ വിലയിരുത്തി നോക്കണം. അത് വൈരാഗ്യത്തോടെ ഒരാളെ കൊല്ലുന്നതല്ല, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ളവരെ നശിപ്പിക്കുന്നില്ല. 3 കുടുംബത്തിലെ ആൾക്കാരെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് പോലീസ് ചിന്തിക്കണം. എടുത്തു ചാടി ഇത് കണ്ടുപിടിക്കണമെന്നില്ല. ഇവൻ്റെ മൊബൈൽ ഫോൺ മാത്രം നോക്കി സെർച്ച് ചെയ്ത് അതിനകത്ത് റിസർച്ച് ചെയ്ത് എവിടെയാണ് തകരാറ് പറ്റിയത് അത് നമുക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം പോലീസ്. കാരണം ഇതുപോലെയുള്ള ധാരാളം കുട്ടികൾ ഓരോ വീടുകളിലുണ്ട്. അവരെ നേർവഴിക്ക് തുടങ്ങണമെങ്കിൽ ഇതുപോലെയുള്ള ഇത് ഭീകരമായ കൊലപാതകം ആവർത്തിക്കാൻ സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അതിന് തടയിടണം. അതുകൊണ്ട് ഈ ഒരു സംഭവത്തെപ്പറ്റി ഡീപ്പായിട്ട് അത് പോലീസ് നോക്കണം. കാരണം ഇവിടെ ധാരാളം സാമൂഹ്യ ശാസ്ത്രം പഠിച്ചവരും സൈക്കോളജിസ്റ്റും സൈക്യാട്രിയൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നത് കണ്ടു. അതല്ല, പോലീസ് ഒരു സസ്റ്റെയിൻഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇത് വികലമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ്. ഇവരെ ആരെങ്കിലും ഇതുപോലുള്ള കുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ടോ? ഇവൻ എവിടുന്നാണ് ഡ്രഗ്സ് കഴിക്കുന്നുണ്ട്, അത് വാങ്ങിച്ചു കിട്ടുന്നത് എവിടുന്ന്, ആരാണ് സപ്ലൈ ചെയ്യുന്നത്, അവിടേക്കാണ് പോലീസ് പോകേണ്ടത്. അങ്ങനെ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പേരുണ്ടെങ്കിലും ശരി, അവരെ കൂടെ ഈ കേസിനകത്ത് പ്രതിയാക്കണം. നമ്മൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടും വ്യക്തികളുടെ ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പോലീസ് ധൃതിയൊന്നുമില്ല. ദയവായി അത് ഈ കേസിനകത്തെ ഒരു സാധാരണ പോലെ കൊലക്കേസ് പോലെ കാണരുത്. 21 വയസ്സുള്ള പയ്യനാണെന്ന് വിചാരിച്ചോണം. എത്ര ബ്രൂട്ടലായ മർഡറാണ് ചെയ്യുന്നത്, അതിൻ്റെ കാരണമാണ് പോലീസ് കണ്ടെത്തേണ്ടത്.